പ്രകാശ് രാജ്, നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. അഭിനന്ദനങ്ങൾ എന്തിനാണെന്നറിയോ? വേറൊന്നിനുമല്ല, നിങ്ങളുടെ അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുരുപൊട്ടിയൊലിക്കൽ മത്സരം ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുരുക്കൾ വീർക്കുന്നു, തിമിർക്കുന്നു, ചുവക്കുന്നു, പൊട്ടുന്നു, ബ്ലിം എന്നിട്ട് പൊട്ടി ഇങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ കുരുപൊട്ടിയൊലിക്കലിന് പ്രധാനമായും ഒരു കാരണം വേടന് ഗാനരചയിതാവിനുള്ള അവാർഡ് കിട്ടിയതാണ് എന്ന് മാത്രമല്ല, അത് വേടന് കിട്ടിയതുകൊണ്ട് ഉണ്ടാകുന്ന ആ കുരുപൊട്ടി ഒലിക്കലിനെ എങ്ങനെയാണ് സമർത്ഥിക്കുന്നതെന്നറിയുമോ? കള്ളുകുടിയന്, ബലാത്സംഗ വീരന്, കഞ്ചാവ് വീരന് ഒക്കെ അവാർഡ് കിട്ടി എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ മലയാള സിനിമയിൽ ഇന്ന് വരെ ഗാനരചയിതാവിനുള്ള അവാർഡ് കിട്ടിയത് മുഴുവൻ കള്ളുകുടിക്കാത്തവർക്ക്, പെണ്ണുപിടിക്കാത്തവർക്ക്, കഞ്ചാവ് വലിക്കാത്തവർക്ക്, ബാലപീഡകർക്കല്ലാത്തവർക്ക് ഒക്കെയാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ജാതിയും മതവും ഒന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത എഴുതുന്ന വരികളിലെ പാട്ടിൻ്റെ സുഗന്ധം പോലെ, നൈർമല്യം പോലെ, ശീതള ചായ പോലെ ആ പാട്ട് നമ്മൾ ഇങ്ങനെ മണത്ത് നോക്കിയാൽ ആ മണം കൊണ്ട് നമ്മുടെ നാസാരന്ധ്രങ്ങളല്ല ആമാശയം പോലും നിറഞ്ഞ് കവിയുന്ന തരത്തിലുള്ള ഗാനരചയിതാക്കൾക്കാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളതല്ല. ആകെ ഈ കൂട്ടത്തിൽ ഈ വേടന് കിട്ടിയതിൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ സംഗതികളെല്ലാം ഉള്ളത്. ഇതിൽ പ്രധാനമായും മത്സരിക്കുന്നത് നമ്മുടെ പണിക്കരാണ്. പണിക്കർ കുറേ കാലമായി വേടനുമായിട്ട് മത്സരിക്കുകയാണ്. അങ്ങനെ വേടൻ എന്തിനാണ് ഇത്രയും ആളുകൾ കൂടുന്നത്? വേടൻ എന്തിനാണ് ഇത്രയും ശ്രദ്ധ കിട്ടുന്നത്? വേടൻ എന്തിനാണ് പണിക്കരെടുത്ത് ആലോചിക്കാതെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതുകൊണ്ട് സ്വാഭാവികമായും അതിലൊരു മത്സരാർത്ഥി നമ്മുടെ പണിക്കരാണ്. രണ്ടാമതായി നമ്മുടെ ശശികലയാണ്. ശശികലയ്ക്കും ഈ മത്സരത്തിൽ ചെസ് നമ്പർ 2 രംഗപ്രവേശനമുണ്ട്. മൂന്നാമത്തേത് മറ്റാരുമല്ല, നമ്മുടെ രോമസിംഹൻ അബൂബക്കറാണ്. രോമസിംഹനാണ് ഈ മത്സരാർത്ഥികളിൽ ഏറ്റവും ശ്രദ്ധേയമായ ആൾ. ഇനി നമുക്ക് മത്സര ഇനങ്ങളിലേക്ക് ഒന്ന് കടന്നു നോക്കിയാൽ ഈ കുരുപൊട്ടി ഒലിക്കൽ കാണാൻ വല്ലാത്ത രസമുണ്ട്. പണിക്കർ അദ്ദേഹത്തിൻ്റെ മത്സര ഗീതം എന്താണെന്നറിയോ? മികച്ച ഗാനരചനാ അവാർഡിനർഹമായ വരികൾ, പിടിച്ചതെല്ലാം പുലിവാലട, കാണ്ടാമൃഗത്തിൻ്റെ തോലട, അർത്ഥസമ്പുഷ്ടമായ വരികൾ എഴുതിയ അദ്ദേഹത്തിന് അവാർഡെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മലയാള സിനിമയിൽ ഇന്ന് വരെ എഴുതിയ വരികളൊക്കെയും വലിയ അർത്ഥസമ്പുഷ്ടമായിരുന്നു, വേറെന്തൊക്കെയോ ആയിരുന്നു. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറയുന്ന ആ ഒരൊറ്റ വാചകത്തിനുണ്ടല്ലോ, അതിന് കൊടുക്കണം ഒരു 3-4 അവാർഡ്. കാരണം ഈ വിയർപ്പ് തുന്നിയിട്ട ഒരു ജനതയുടെ വേദനയും അത് മാത്രം കുപ്പായമായി അണിയാൻ വിധിക്കപ്പെട്ടവരാണെന്ന് വിധി എഴുതിയ നമ്മുടെ പണിക്കരുടെ പൂർവ്വ പിതാമഹന്മാരുടെ എല്ലാം അന്നനാളത്തിലും ആമാശയത്തിലും നിറയത്തക്ക പോലെയാണ് വേടൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ട് പിൻതലമുറക്കാർക്ക് അത്രമേൽ സഹിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ മത്സരരംഗത്തുള്ളത് ശശികല ടീച്ചറാണ്. മികച്ചവരെ കണ്ടെത്തിയ മികച്ചവർക്കും മികച്ചവരായി കണ്ട മികച്ചവർക്കും മികച്ച അഭിനന്ദനങ്ങൾ. അതാണ് ശശികല ടീച്ചർ. ശശികല ടീച്ചറെ പോലെ സ്വന്തം പേരിനോടൊപ്പം ടീച്ചർ എന്ന് ചേർക്കാനുള്ള ഒരു യോഗ്യതയും പറഞ്ഞ വാക്കുകളിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ ഇല്ലെങ്കിൽ പോലും ഒരു അഴകായി, എന്നാൽ ഒരു സമൂഹത്തിന് അപമാനമായി അത് ചേർത്ത് ഒപ്പം വെച്ച് ഈ നടക്കുന്ന ഏറ്റവും മികച്ച കേരളത്തിലെ വനിതകളിൽ ഒരാൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആളാണ് ബാക്കി എല്ലാ മികച്ചതിനെയും തള്ളിക്കളഞ്ഞിരിക്കുന്നത്. പിന്നെ മൂന്നാമതായി ഈ മത്സരരംഗത്തുള്ളത് ആരാന്നറിയാവോ? നമ്മുടെ രാമസിംഹനാണ്. രാമസിംഹൻ ഇതിന് പറയുന്നത് മേത്ത അവാർഡുകൾ അഭിനന്ദനങ്ങൾ, മികച്ച ബലാത്സംഗി അവാർഡ്, വിജയരാഘവേട്ട ഇത് ഇടത് അവാർഡാണ്, വലത് അവാർഡല്ല, ഗഞ്ചാ പീഡന അവാർഡ്, അഭിമാനത്തോടെ വെച്ചിരിക്കുന്ന ഈ ശില്പം ഇപ്പോൾ ഇത്തിരി അപമാനമുണ്ടെന്ന്. ആർക്കാ? രോമസിംഹന്. ഏത് രോമസിംഹൻ? ആരെ കയ്യിൽ നിന്ന് കിട്ടിയാലും കിട്ടുന്നത് മുഴുവൻ ഏത് സാധനമാണോ, ഇനി അത് പരാമറാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സാധനമാണോ, അത് കലക്കി കുടിച്ച് യാതൊരു ബോധവും വെളിവുമില്ലാതെ രാത്രി ഏതാണ് പകലേതാണെന്നറിയാതെ എവിടൊക്കെയോ സഞ്ചരിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എവിടുന്നാണോ എന്തെങ്കിലും കിട്ടുന്നത് ഞണ്ണാൻ, അത് മുസ്ലിയാരായിട്ടാണെങ്കിൽ അങ്ങനെ, തൊപ്പിയിട്ടാൽ കിട്ടുമെങ്കിൽ അങ്ങനെ, പിന്നെ വേറെ കുരിശ് വരച്ചാൽ കിട്ടുമെങ്കിൽ അങ്ങനെ, പൂണൂലിട്ടാൽ കിട്ടുമെങ്കിൽ അങ്ങനെ എന്ന് യാതൊരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ ഈ പറഞ്ഞതുപോലെ ഇത് തിന്ന് നടക്കുന്ന ഒരാളിനാണ് ഈ ഭയങ്കരമായ ക്ഷീണം വന്നത്. പിന്നെ പുള്ളി ഈ പറഞ്ഞതുപോലെ ഇന്നലെ ഇത് അറിഞ്ഞപ്പോഴേ ചെന്ന് എന്തോ സാധനം എടുത്തങ്ങ് കുടിച്ച്, ആ കുടിച്ചത് എന്താ സാധനം എന്നറിയത്തില്ല. പുള്ളിയുടെ അതിൻ്റെ ഒരു മൂഡ് കണ്ടിട്ട്
യാതൊരു ബന്ധവും വെളിവും പൊക്കണവും ഇല്ലാത്ത ചരക്കേതാണ്ടാണ് കുടിച്ചിരിക്കുന്നത്. എടാ, മലയാള സിനിമയിൽ ആനക്കൊമ്പ് മോഷ്ടിച്ചതിൻ്റെ കേസും ആർട്ടിഫാക്ട്സ് വെച്ചതിൻ്റെ ഏറ്റവും സീരിയസ് ആയ 2 കേസുകൾ നിലനിൽക്കുന്ന ആളിനല്ലേ ഈ പറഞ്ഞ പത്മശ്രീയും പിന്നെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവും ഒക്കെ കൊടുത്തത്. അപ്പോൾ കേസൊരു പ്രശ്നമാണോ? കള്ളു കുടിക്കാത്തവരാരാ മലയാളത്തിലെ ഗാനരചയിതാക്കളിൽ കള്ളുകുടിയില്ലാത്തവർ? എത്ര പേരുണ്ട്? എനിക്ക് 2 അനുഭവങ്ങളുണ്ട് മലയാളത്തിലെ 2 ഗാനരചയിതാക്കളിൽ നിന്ന്. പേരൊന്നും ചോദിക്കരുത്. ഞാൻ ഈ മേഖലയിൽ ഇത് അല്പം പോലും തൊടാത്ത ഒരാളായിട്ട് കണ്ടിട്ടുള്ളത് ഇതുവരെ എൻ്റെ ബോധ്യത്തിൽ ഈ രാജീവ് ആലിങ്കൽ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. ബാക്കി എല്ലാവരും മദ്യപിക്കും, അതൊക്കെ അവരുടെ ഇഷ്ടം. ഇനി 2 അനുഭവങ്ങൾ ഞാൻ പറയാം. ഒരു വലിയ ഗാനരചയിതാവാണ്, പേരൊന്നും ചോദിക്കരുത്. അദ്ദേഹം ഞാൻ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൽ വന്ന് താമസിച്ച് അടിച്ചങ്ങോട്ട് പൂക്കുറ്റിയായിട്ട് കൂടെ വന്നവരെ എടുത്തിട്ട് അടിച്ച്, കസേരയെ അടിച്ച് പൊട്ടിച്ച്, എല്ലാം വാരി പുറത്തിട്ട് അവസാനം പോലീസിനെ വിളിച്ച് റിമൂവ് ചെയ്യിക്കേണ്ട അവസ്ഥയിലേക്കെത്തി. മലയാളം സ്നേഹിക്കുന്ന ആദരിക്കുന്ന ഒരു ഗാനരചയിതാവാണ്. പേര് ഞാൻ പറയുന്നില്ല. രണ്ടാമതൊരു ഗാനരചയിതാവുണ്ട്. ആ ഗാനരചയിതാവിൻ്റെ അടുത്ത് ഞാൻ ഒരു ആവശ്യവുമായി പോയി. അത് വേറൊന്നുമല്ല, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന വലിയ എഴുത്തുകാരൻ്റെ ഒരു 100ാം ജന്മദിന വാർഷികം അത് ഒന്ന് ആഘോഷിക്കണം എന്ന് പറയാൻ വേണ്ടി അദ്ദേഹത്തിനെ ക്ഷണിക്കാൻ പോയതാണ്. എൻ്റെ പേര് അനിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. അനിൽ മുഹമ്മദ് എന്ന് പറയേണ്ട ആവശ്യമില്ല, ചുരുക്കി അനിൽ എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ അങ്ങോട്ട് പുള്ളി പറഞ്ഞത് മൊത്തം ഇന്ന് വെള്ളാപ്പള്ളി പറയുന്നതിനേക്കാൾ അതിരൂക്ഷമാണ്. പുള്ളിയുടെ ഗാനങ്ങൾ കേട്ടാൽ നമ്മൾ വല്ലാതെ കോരിത്തരിച്ച് കണ്ണുകൾ ഈമ്പി മയങ്ങി എന്ന് വേണ്ട അങ്ങനെ ആവുന്നൊരു സ്ഥിതിയാണ്. അപ്പോൾ അതൊക്കെയാണ് ക്വാളിറ്റി. പിന്നെ ഇപ്പോഴും എത്രയോ പേരുണ്ട് മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പച്ച ജാതി പറയുന്നവർ, അല്ലെങ്കിൽ ഇത് പറയുന്നവർ, കള്ളു കുടിക്കുന്നവർ. അപ്പോൾ വേടനാണ് ഇത് ആദ്യത്തെ ആൾ. അപ്പോൾ അതുകൊണ്ട് ഇത് കുടിക്കുന്നത് കൊണ്ടോ കേസുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം കൊണ്ടോ അല്ല, ഇത് വേടന് കൊടുത്തത് കൊണ്ട് വിയോജിക്കാൻ എന്തെങ്കിലും കാരണം വേണം. എടാ, ഈ കല്യാണം കഴിക്കാത്ത വേടൻ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തു, തെറ്റാണ്, നിയമപരമായി പൂർണ്ണമായും തെറ്റാണ്. പക്ഷേ അയാളെ ശിക്ഷിക്കണ്ടേ? അയാൾ ബലാത്സംഗ കേസിൽ ശിക്ഷിച്ചാൽ ശരിയാണ്. അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള ലൈംഗികാരോപണ കേസുണ്ടായ ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത് മന്ത്രിയായി തുടരുന്നു, MLA മാരായി തുടരുന്നു, സിനിമാ നടന്മാരായി തുടരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവാർഡുകൾ വാങ്ങുന്നു. അവർക്കൊന്നുമില്ലാത്ത കുറവ് പുള്ളിക്ക് എന്താ ഉള്ളത്? എന്താ വേടൻ്റെ കുറവ്? ഒറ്റ കുറവേ ഉള്ളൂ. ആ കുറവിന് അയാൾ ഉത്തരവാദിയല്ല. എന്താണ്? ആ സമൂഹത്തിൽ ആ ജാതിയിൽ ജനിച്ചു പോയി. അതുകൊണ്ടാണ് പണിക്കർക്കുമൊക്കെ ഈ വിറയൽ വരുന്നത്. ആ ജാതിയിൽ ജനിച്ചതിന് അയാൾ ഉത്തരവാദിയാണോ? അല്ല. അയാൾ സെലക്ട് ചെയ്തതല്ലല്ലോ അയാളുടെ അച്ഛനെയും അമ്മയും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കുരുപൊട്ടി അടിക്കലിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം. എപ്പോഴും ഈ മലയാള സിനിമയിൽ പണ്ട് കാലം മുതലേ അവാർഡ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഗാനങ്ങളുടെ നല്ലൊരു പതിപ്പും സ്ത്രീ സൗന്ദര്യത്തെ വർണ്ണിക്കുക, മൃദുല മധുര മനോഹരമായ പ്രണയത്തെ, സ്നേഹത്തെ, മാതൃത്വത്തെ, അത്തരം കാര്യങ്ങളെയൊക്കെ വർണ്ണിച്ചെഴുതുന്ന, പ്രകൃതിയെ വർണ്ണിച്ചെഴുതുന്ന ഒക്കെ മനോഹരമായ ഗീതങ്ങൾക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒരുപക്ഷേ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഈ മലയാള സിനിമാ ഗാനങ്ങളും പരസ്യപ്പലകകളും കൂടിയാണ് ഈ സ്ത്രീകളെ ഇത്രമേൽ ഒരു ഉപഭോഗ വസ്തുവോ സൗന്ദര്യ ആരാധനയുടെ ഒരു കേന്ദ്രമോ ഒക്കെ ആക്കി മാറ്റിയത്. ഈ അന്ന് എഴുതിയവരുടെ മനസ്സിലുള്ള ഈ പറയുന്ന അത്തരം ഭാവനകളോടുള്ള എല്ലാ ഭാവങ്ങളും അത് എഴുതി സ്കലിച്ചോ അല്ലെങ്കിൽ സ്ഖലനാനന്തര ഭാവങ്ങളോ അല്ലെങ്കിൽ സ്ഖലന പ്രതിരോധ ഭാവങ്ങളോ ഒക്കെയായി മാറി എഴുതിയിട്ടുള്ളതാണ്. വേടൻ്റെ ആ പാട്ടിലെ വരികൾ യഥാർത്ഥത്തിൽ അത് കേട്ടാൽ തോന്നുക ഒരു അപരവൽക്കരിക്കപ്പെട്ടവൻ്റെ, അന്യവൽക്കരിക്കപ്പെട്ടവൻ്റെ, ഈ ചരിത്രം പോലും നീതി കാണിച്ചിട്ടില്ലാത്ത ഒരു കൂട്ടം മനുഷ്യരുടെ പ്രക്ഷുബ്ധമായ ജീവിതത്തിൻ്റെ ചില കാഴ്ചകളാണ്. അവിടെ ഈ ചില പ്രത്യേകതരം മാനസികാവസ്ഥയുള്ളവർക്ക് രുചിക്കുന്നതോ സുഖിക്കുന്നതോ രോമാഞ്ചിഫിക്കേഷൻ വരുന്നതോ ആയ ഭാവങ്ങളൊന്നും അതിലുണ്ടാവില്ല. പക്ഷേ അതിൽ മനുഷ്യൻ്റെ ഭാവങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ഇതിനു മുമ്പ് മറ്റു പലരും എഴുതിയ പല വരികളും വ്യാഖ്യാനങ്ങളും ഒന്നും എടുത്തു നോക്കാത്തവണ്ണം ഇപ്പോൾ ഈ വ്യാഖ്യാനങ്ങൾ തപ്പുന്നത് വേടനായതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് അവാർഡ് പ്രഖ്യാപിച്ച ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് പോലും വേടന് പോലും എന്ന് പറയേണ്ടി വരുന്നത്.